ഇവിടെ നടക്കുന്നത് ഒരു പരീക്ഷ മാത്രമല്ല, ഒരു പരീക്ഷണം കൂടിയാണ്. വേണ്ടത്ര ബുദ്ധിയില്ലാഞ്ഞിട്ടോ പഠിക്കാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടോ അല്ല പല കുട്ടികളും പഠനത്തിൽ പിന്നോക്കമാകുന്നു. തക്ക സമയത്ത് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പഠിച്ചിട്ടെന്താ പ്രയോജനം? സാധാരണ എല്ലാ കുട്ടികളെയും പോലെ പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ മൃദുലയും മിടുക്കിയായിരുന്നു. എനിക്ക് പേടിയാവുന്നടാ. പേടിക്കണ്ട, എന്റെ കൂടെ നിങ്ങളല്ലേ ഉള്ളത്. ആര് വരുന്നെന്ന് തോന്നുന്നു. കണ്ടോ, വൃദ്ധാവസ്ഥમાં સાંધાના દુખાવાનું સૌથી મોટું. സുശീലേട്ടോ, ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? നീ ഏത് നേരവും ടി വി കണ്ടോണ്ടിരുന്നോ? നിനക്ക് വല്ലതും വരുന്ന പഠിച്ചൂടെ? അതിന് ഞാൻ എല്ലാ പരീക്ഷകളും ജയിക്കാറുണ്ടല്ലോ, പിന്നെന്താ? പിന്നെ നിനക്ക് കൊട്ടപ്പടി മാത്രമല്ലേ കിട്ടുള്ളൂ. എന്റെ അച്ഛൻ തല്ലി കൊല്ലുന്നു. പക്ഷേ അർദ്ധവാർഷിക പരീക്ഷയുടെ ഫലം വന്ന ദിവസം ചിത്രം എഴുമേൽ മറിഞ്ഞു. ടീച്ചർ അവളെ വഴക്ക് പറഞ്ഞത് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മാത്രമായിരുന്നില്ല. പരീക്ഷയിൽ തോറ്റ ഒരേ ഒരു പെൺകുട്ടി അവളായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ആൺകുട്ടികൾ മാത്രം നോക്കണതാ. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചേ ഉള്ളൂ ഒരു പെൺകുട്ടി നോക്കണമെന്ന്. ആ കുട്ടി നീയാ. ഭർത്താവേ, എനക്കുള്ള മെഴുകുതിരി ഞാൻ ഇന്ന് തന്നെ കത്തിച്ചേക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു പരീക്ഷയ്ക്ക് തോൽക്കുന്നത്. എനക്കറിയാമേലഞ്ഞിട്ടാ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അച്ഛനും അമ്മ എന്നെ തല്ലിക്കൊല്ലും. ആദ്യമായതുകൊണ്ടാണ് എനിക്കിത്ര വിഷമം. പിന്നീട് ഞങ്ങളുടെ ഒപ്പം ശീലമായിക്കോളും അല്ലേടാ. ഇത്രയും പിള്ളേർക്ക് പഠിച്ചു ജയിക്കാമെങ്കിൽ നിനക്ക് മാത്രം എന്താ കുഴപ്പം? തോറ്റിട്ടെന്ന് വന്നേനെ, എന്റെ അച്ഛൻ തല്ലി കൊല്ലുന്നെ. തോറ്റവരാരും എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ. ഇത്രയും പിള്ളേർക്ക് പഠിച്ചു ജയിക്കാമെങ്കിൽ നിനക്ക് മാത്രം എന്താ കുഴപ്പം? ഒരു പ്രതിസന്ധിയുടെ നെറുകയിൽ നിന്ന് ഞാൻ അന്നവളെ തിരിച്ചു വിളിച്ചത് ജീവിതത്തിലേക്കായിരുന്നു. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവൾ മനസ്സു തുറന്നു. മാഷേ, ഞാൻ കുറെ വായിക്കാറുണ്ട്, പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാനെല്ലാം മറക്കുക. വീട്ടിലെ അച്ഛനും അമ്മയും ഭയങ്കര വഴക്കാ, ഒരു സമാധാനവുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാ മാഷേ പഠിക്കുന്നത്? അവൾ കുറ്റപ്പെടുത്തിയത് വീട്ടിലെ സാഹചര്യങ്ങളെയായിരുന്നു. ഒരുവിധം ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുമ്പോഴും അത് മാത്രമല്ല അവളുടെ പ്രശ്നമെന്ന് എനിക്കറിയാമായിരുന്നു. മാഷെ, ഹോളിലേക്കുള്ള വാതിലുകളൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്. പരീക്ഷയുടെ റിസൾട്ട് വന്നേക്കണ സമയമല്ലേ. ഇനി ആർക്കൊക്കെയാണ് ചാടാൻ തോന്നുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. കളിചിരികളിൽ നിന്ന് അകന്നു മാറി അവൾ
കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയപ്പോൾ ഒരിക്കൽ പോലും സ്കൂളിലേക്ക് വരാത്ത അവളുടെ അമ്മയെ ഞാൻ വിളിച്ചു. പരീക്ഷയിൽ തോറ്റതിന്റെ മുഴുവൻ കുറ്റവും മകളുടെ മേൽ ചുമത്താനാണ് ആ അമ്മ ശ്രമിച്ചത്. അതിനുശേഷമാണ് പുതിയൊരു പഠനരീതി പരീക്ഷിക്കാൻ ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ചത്. കുട്ടികളെ നമുക്ക് തന്നെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. മാഡം അനുവദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നിർബന്ധിച്ച് പഠിപ്പിക്കാനല്ല, മറിച്ച് കുട്ടികളെ അവരുടെ ഓരോരുത്തരുടെയും അഭിരുചികൾക്ക് അനുസരിച്ച് പഠിക്കുവാൻ സഹായിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. സിനിമ കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം. നിങ്ങളെന്തിനാ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും വന്നതല്ല. നിങ്ങളോടൊപ്പം കുറച്ച് കളിച്ചു ചിരിക്കണം, തമാശകൾ പറയണം, പാട്ട് കേൾക്കണം. ഇതിനൊക്കെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ പേടിച്ച് വിറച്ചൊന്നും ആരും ഇരിക്കേണ്ട. കുറച്ച് റിലാക്സ് ചെയ്തിരുന്നോളൂ. ആരാണ് എനിക്കൊരു പാട്ട് പാടിത്തരാൻ പോകുന്നത്? പാടിക്കോ. അയ്യോ മാഷെ, ഞാനത് മറന്നുപോയി. നീ ആള് കൊള്ളാമല്ലോ, മറന്നുപോയെന്ന്. ആ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. സാരമില്ല, നിങ്ങൾക്ക് പാടാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. രൂപ തരാമോ ഇന്ത്യക്കാര, റിയാൽ തരാമോ സൗദിക്കാര, ദിനാർ തരാമോ ഇറാഖുകാര, യെൻ തരാമോ ജപ്പാൻകാര. ഇനി നമുക്ക് ഒരുമിച്ച് പാടിയാലോ? രൂപ തരാമോ ഇന്ത്യക്കാര, റിയാൽ തരാമോ സൗദിക്കാര, ദിനാർ തരാമോ ഇറാഖുകാര, യെൻ തരാമോ ജപ്പാൻകാര. രൂപ തരാമോ ഇന്ത്യക്കാര, റിയാൽ തരാമോ സൗദിക്കാര, ദിനാർ തരാമോ ഇറാഖുകാര, യെൻ തരാമോ ജപ്പാൻകാര. രൂപ തരാമോ ഇന്ത്യക്കാര, റിയാൽ തരാമോ സൗദിക്കാര, ദിനാർ തരാമോ ഇറാഖുകാര, യെൻ തരാമോ ജപ്പാൻകാര. രൂപ തരാമോ ഇന്ത്യക്കാര, റിയാൽ തരാമോ സൗദിക്കാര, ദിനാർ തരാമോ ഇറാഖുകാര, യെൻ തരാമോ ജപ്പാൻകാര. ഇപ്പോൾ ഈ രാജ്യങ്ങളിലെ നാണയങ്ങൾ നമ്മൾ ഈ കുട്ടിപ്പാട്ടിലൂടെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇതുപോലെ ചില സൂത്രവിദ്യകളിലൂടെ നമുക്ക് പഠനം വളരെ രസകരമാകും. മോള് ഈ അടുത്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ്? പഴശ്ശിരാജ. എന്നാ കണ്ടത്? കഴിഞ്ഞ മാസം. എനിക്ക് കാണാൻ പറ്റിയില്ല. അതിന്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം മാഷേ. കൊള്ളാം, നല്ല കഥ. ഇനി ഇന്നലെ പഠിപ്പിച്ച ഒരു പാഠഭാഗം ഓർത്തു പറയാൻ പറ്റുമോ? പറ്റണില്ല അല്ലേ? ഒരു മാസം മുമ്പ് കണ്ട സിനിമയുടെ കഥ ഓർമ്മയുണ്ട്, പക്ഷേ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗം മറന്നുപോയി. കൊള്ളാമല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം മറവിയല്ല, അശ്രദ്ധയാണ്.
പഠിക്കാനുള്ള കാര്യങ്ങൾ സിനിമാ രൂപത്തിൽ നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കിയാലോ? ഉദാഹരണത്തിന് അലക്സാണ്ടർ ചക്രവർത്തിയുടെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ ചരിത്രം എത്ര വായിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കിയേ. ഈ അലക്സാണ്ടർ ചക്രവർത്തിയും ടിപ്പു സുൽത്താനുമൊക്കെ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ പോലെയുള്ളവരാണെന്ന് സങ്കല്പിക്കുക. അവരെങ്ങനെ വാളും പരിചയമൊക്കെ പിടിച്ച് കുതിരപ്പുറത്ത് വരുന്നതായിട്ടൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിയേ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നത് മായില്ല. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾ എത്ര വായിച്ചിട്ടും മനസ്സിൽ പതിയുന്നില്ല എന്ന് കരുതുക. ഈ കുഞ്ചൻ നമ്പ്യാരെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറായിട്ടോ സുരാജ് വെഞ്ഞാറമൂടായിട്ടോ സലിംകുമാറായിട്ടോ ഒന്ന് സങ്കല്പിച്ചിട്ട് പഠിച്ചേ. പിന്നെ നിങ്ങളത് മറക്കോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നും, പക്ഷേ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാവണം. പൂക്കൾ, ആകാശം, യാത്രക്കാർ, ഗന്ധങ്ങൾ, അങ്ങനെ ഓരോന്നും ദൃശ്യങ്ങളാക്കി മനസ്സിൽ സൂക്ഷിച്ചാൽ അവ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, ഒരിക്കലും മറന്നുപോകില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ ദൃശ്യരൂപത്തിൽ സങ്കല്പിക്കുക. പിന്നെ നമ്മളത് മറക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സൊരു കൊച്ചു സിനിമാ തിയേറ്റർ ആക്കും. തിരക്കഥയും സംവിധാനവുമെല്ലാം നമ്മൾ തന്നെ. പിന്നെ മനസ്സിൽ അതല്ല ഒരു സിനിമ പോലെ പതിഞ്ഞു കിടന്നു. മാഷിവിടെ നിന്ന് പിള്ളേര് കോപ്പി അടിക്കത്തില്ലേ? അവരാരും ഇനി കോപ്പി അടിക്കില്ല. പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോ അവർക്കറിയാമടോ. ഞാൻ ജനിച്ചത് 1996. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് ഞാൻ ജനിക്കുന്നതിന് 5 വർഷം മുമ്പ്. ഒരിക്കൽ ഓക്സിജനും ഹൈഡ്രജനും കൂടി കണ്ടുമുട്ടി. തട്ടിപ്പുകാരാണല്ലോ ഇവർ. ഒടുവിൽ രണ്ടുപേരും വെള്ളത്തിലായി. ഈ കഥ ഓർത്തിരുന്നാൽ ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാണ് വെള്ളമുണ്ടാവുന്ന കാര്യം ഓർത്തിരിക്കാം. 1-ാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികൾ ജപ്പാൻ, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ജാ ഈ ആഹ കൊള്ളാലോ.